ഒരു റൂമിൽ ഖുർആൻ ഓതുമ്പോൾ മറ്റേ റൂമിൽ രാമായണം പാരായണം ചെയ്യുന്ന കുട്ടികൾ. ഈ തെന്നാടൻ സുബൈദ എന്ന് പറഞ്ഞത് അസീസാജി എന്ന് പറഞ്ഞ ഒരു മദ്രസ മൗല്യമായിട്ടുള്ള അവരുടെ ഭാര്യയാണ്. ഇവരുടെ ഒരു വീട്ടിലൊക്കെ സഹായിയായിട്ട് ചക്കി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി ഉണ്ടായിരുന്നു. ചക്കി പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ 3 കുട്ടികളാണ്. അവരുടെ സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ കുട്ടികളടുത്തേക്ക് തെന്നാടൻ സുബൈദ കടന്നു വരികയാണ് വീട്ടിലേക്ക്. എന്നിട്ട് 3 കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ വാരിപ്പുണർന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഉസ്താദ് പറഞ്ഞു, സുബൈദ നമുക്ക് ഇനി മുതൽ 6 മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ചക്കിയുടെ 3 മക്കളും ഇവരുടെ 3 മക്കളും പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഖുർആൻ ഓതുമ്പോൾ മറ്റേ റൂമിൽ രാമായണം പാരായണം ചെയ്യുന്ന കുട്ടികൾ. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും കാണാം. അതാ ഞാൻ പറഞ്ഞു, മലപ്പുറത്തിൻ്റെ മനസ്സറിയാത്തത് കൊണ്ടാണ് ഇത്. എന്നിട്ട് അവരെ വളർത്തി വലുതാക്കിയെന്ന് മാത്രമല്ല, ഈ 2 മക്കളെയും കെട്ടിച്ചയച്ചു, 2 പെൺമക്കളെ. ശ്രീധരനെ കെട്ടിച്ചയച്ചു. ശ്രീധരന് ജോലിക്കായിട്ട് ഒമാനിലേക്ക് വിസ കൊടുത്തു. അവൻ ജോലി ചെയ്യുമ്പോഴാണ് തെന്നാടൻ സുബൈദ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം ശ്രീധരൻ വന്നിട്ട് അവന് ഈ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് അവൻ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും തെന്നാടൻ സുബൈദയുടെ ഖബറിങ്ങ് പോയിട്ട് പ്രാർത്ഥിക്കും, ദുആ ചെയ്തിട്ട് പറയും, എൻ്റെ ഉമ്മാക്ക് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ, സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ. ഈ സുബൈദയുടെ 3 മക്കൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വന്ന് അവർ പ്രാർത്ഥിക്കുന്നതിൽ ആമീൻ ചൊല്ലിയിട്ട് അവനവിടെ നിന്ന് മടങ്ങിപ്പോവുള്ളൂ. ഇതാണ് മലപ്പുറത്തിൻ്റെ കഥ. ഇതറിയുന്ന 3 പേരെ ലോകത്തുള്ളൂ. വർഷങ്ങളായിട്ട് ഒരു മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന, അത് ഒരു പോറലും ഏൽക്കരുത് എന്ന് മനസ്സുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തവരാണ് പാണക്കാട് തങ്ങന്മാർ. അതായത് മാറാട് കലാപം ഒരുപാട് കുടുംബങ്ങളെ ബാധിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു, അക്രമങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്നൊരു സമയത്ത് തങ്ങൾക്ക് പാണക്കാട് ഇവിടെ ഇരുന്നിട്ട് സമാധാനമില്ല. അവിടേക്ക് പോകാനും പറ്റില്ല. കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യും, ഇതൊന്ന് ശാന്താക്കണമല്ലോ, ഒന്ന് കെടുത്തണമല്ലോ. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചു, ഞാനൊരു കത്ത് തരാം, ഈ കത്ത് നീ എന്ത് ചെയ്യണം. അന്ന് BJPയുടെ പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹത്തിന് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ അറിയണ്ട. എന്നിട്ട് തങ്ങൾ ഈ കത്ത് കൊടുക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പിറ്റേന്ന് രാവിലെ അവിടുന്ന് പുറപ്പെടുന്നു. ശിഹാബ് തങ്ങളായിട്ട് ശ്രീധരൻപിള്ളക്ക് നേരത്തെ ബന്ധമുണ്ട്, ഒരുപാട് അവർ നല്ല സുഹൃത്തുക്കളാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെതായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ പ്രകടനങ്ങളും സംഘർഷങ്ങളും നിർത്താൻ വേണ്ടി തങ്ങൾ ഒരുക്കാണെന്ന് തങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. ഒന്നും നടക്കില്ല അവിടെ, അതുപോലെ നിങ്ങളും ചെയ്യണം എന്ന് പറയുന്നു. ശ്രീധരൻപിള്ള അത് സമ്മതിക്കുന്നു. അങ്ങനെ ഈ 2 പേരും ഈ കത്തിലൂടെ അവിടെ ഈ തീരുമാനിച്ച എല്ലാ പ്രകടനങ്ങളും എല്ലാ പരിപാടികളും നിർത്താൻ തീരുമാനിക്കുന്നു. നമ്മൾ പിന്നെ കാണുന്നത് 2-3 ദിവസത്തിനകം മാറാട് ശാന്താവുന്നതാണ്. പലരും അതിൻ്റെ അവകാശവാദങ്ങൾ പറഞ്ഞു. ശിഹാബ് തങ്ങൾ ആരോടും പറഞ്ഞില്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരാളോടും പറഞ്ഞില്ല. ഇതറിയുന്ന 3 പേരെ ലോകത്തുള്ളൂ. പക്ഷേ ശിഹാബ് തങ്ങൾ മരിച്ചതിന് ശേഷം അനുസ്മരണത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് ആദ്യമായിട്ട് പുറത്തു പറഞ്ഞത്. ശിഹാബ് തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് പറയരുത്. അതാണ് കൊടപ്പനക്കൽ തറവാടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കൂടുതൽ അറിയാൻ ഈ പുസ്തകം വായിക്കാന്നുള്ളത്. അതെ. അപ്പോൾ ഈ മിനി പമ്പയിൽ ഇവരെ ഈ അയ്യപ്പ ഭക്തരായ ഹിന്ദു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ 2 മുസ്ലിം സഹോദരങ്ങൾ. അക്ബർ എന്നാണ് ഒരാളുടെ പേര് റാഫി എന്നാണ്. ഇപ്പുറം മിനി പമ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു മലബാറിൽ തന്നെ ശബരിമല ഇടത്താവളാണ്. ഇവർ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചരിത്ര പാരമ്പര്യമാണ്. അതായത് ഈ അക്ബറിൻ്റെയും റഫിയുടെയും ഉപ്പയുടെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് എന്ന് പേരുള്ള വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ശബരിമല ഇടത്താവളൊന്നും ആയിട്ടില്ല. ആ സമയത്ത് ഇദ്ദേഹം അവിടെ എന്തോ മീൻ പിടിക്കുക അങ്ങനെ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അയ്യപ്പ ഭക്തരായിട്ടുള്ള ഒരു കുടുംബം അവിടെ വരികയും അവിടെ ഒരു സ്ത്രീ അവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് നിലയില്ലാ കരയത്തിലേക്ക് പോകുന്നത് ഈ മുഹമ്മദ് കണ്ട ഉടൻ തന്നെ ഇയാൾ എടുത്തു ചാടിയിട്ട് ആ ഹിന്ദു സഹോദരിയെ രക്ഷിച്ചു. പക്ഷേ ഈ രക്ഷിക്കലിൻ്റെ ഇടയ്ക്ക് ചുഴിയിൽപ്പെട്ടിട്ട് ഈ മുഹമ്മദ് മരിച്ചുപോയി. ജീവൻ ബലി കൊടുത്തിട്ട് ആ ഹിന്ദു സഹോദരിയെ രക്ഷിച്ചു. ഈ സംഭവം ഈ മുഹമ്മദ് മരിച്ചുപോയി. മുഹമ്മദിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, കുഞ്ഞ്
കബറടക്കം കഴിഞ്ഞപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ ഒരു അയ്യപ്പ ഭക്തനെയും മിനി പമ്പയിൽ ഞാൻ ഒരിക്കലും മരിക്കാൻ വിടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. സ്വന്തമായിട്ടൊരു ഫൈബർ വള്ളം വാങ്ങി ഈ മണ്ഡലകാലം തുടങ്ങി അവസാനിക്കുന്നത് വരെ 10-45 ദിവസം ഇയാൾ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഇവർക്ക് വേണ്ടി കാവലിരിക്കും. എൻ്റെ മക്കളാണ് ഈ അബൂബക്കറും റാഫിയും. അവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക.